സഹകാരി റൈസ് പ്ലസിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് സിനോണിംസ് ആണ്. ഇപ്പോൾ PSC പരീക്ഷകളിലും അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവിന്റെ മറ്റ് എക്സാമുകളിലും സിനോണിംസും ആന്റോണിംസും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത് ധാരാളം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് സിനോണിം എന്ത് ചെയ്തെടുക്കാം, ഒന്ന് അല്ലെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് സിനോണിംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. കൂടുതലും സ്കൂൾ ടെക്സ്റ്റിൽ നിന്നും അതുപോലെ തന്നെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള സിനോണിംസ് ആണ്. അപ്പൊ നിങ്ങൾ എന്നോടൊപ്പം ഈ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ സിനോണിംസ് ഒന്ന് കുറിച്ച് വെച്ച് എന്ത് ചെയ്യുന്നു, എഴുതിയെടുത്തൊന്ന് പോവുക. നിങ്ങൾക്കും എന്ത് ചെയ്യുന്നു, അത് പലതവണ ചോദിച്ചതാണ് ഇത്തരത്തിലുള്ള സിനോണിംസ്. ഒരു 50 സിനോണിംസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം എന്നോടൊപ്പം ഇപ്പൊ തന്നെ പഠിച്ച് എന്ത് ചെയ്യുന്നു, അതൊന്ന് സെറ്റാക്കി എടുക്കുക. നോക്കിയേ, സിനോണിംസ് മീൻസ് സമാന പദങ്ങൾ എന്നാണ്. അപ്പൊ അതിന്റെ നമ്മൾ മലയാള അർത്ഥം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഒരു സിനോണിം തന്നെ ധാരാളം രീതിയിൽ അതിന്റെ അർത്ഥം വരുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന്റെ മലയാളം അർത്ഥം കൂടെ ഞാൻ പറഞ്ഞു വരും. അപ്പൊ അത് നിങ്ങളൊന്ന് കുറിച്ചു വയ്ക്കുക. അറിയാവുന്നവരാണെങ്കിൽ കുറിക്കണമെന്നില്ല, അറിഞ്ഞൂടാത്തവരാണെങ്കിൽ എന്റെ മലയാളം കൂടെ ഒന്ന് കുറിച്ചു പോവുക. ഓക്കെ, ഇതിൽ ആദ്യത്തെ നോക്കിയേ, ആദ്യത്തെ സിനോണിം അബണ്ടൻ ആണ്. ഒന്നാമത്തെ സിനോണിം എന്ന് പറയുന്നത് അബണ്ടൻ. അപ്പൊ അബണ്ടൻ എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ, ലീവ് ചെയ്യുക, വിട്ടുപോവുക എന്നാണ്. അബണ്ടൻ മീൻസ് ലീവ്, നമ്മൾ ഉപേക്ഷിച്ചു പോവുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അബണ്ടന്റെ സിനോണിം ഏതാണ്, ലീവ്. അബണ്ടൻ മീൻസ് ലീവ് ചെയ്യുക. എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അപ്പൊ പല തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത്. രണ്ടാമത്തതാണ് അബ്ഹോർ ചെയ്യുക. അബ്ഹോർ മീൻസ് ഹെയ്റ്റ് എന്നാണ്. അബ്ഹോർ മീൻസ് ഹെയ്റ്റ്, വെറുക്കുക. അബ്ഹോർ, ഹെയ്റ്റ്, രണ്ട് വാക്കുകളൊന്ന് പറഞ്ഞേ. അബാൻഡൻ മീൻസ് ലീവ്, അബ്ഹോർ മീൻസ് ഹെയ്റ്റ്. അതുപോലെയാണ് അടുത്ത വാക്കാണ് അബ്രപ്റ്റ്. മൂന്നാമത്തെ വാക്ക് അബ്രപ്റ്റ് ആണ്. അബ്രപ്റ്റ് മീൻസ് സഡൻ, വളരെ പെട്ടെന്ന് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അബ്രപ്റ്റ് മീൻസ് സഡൻ, വളരെ വേഗത്തിൽ, വളരെ പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ പറയുന്നു. നമ്മളിപ്പോ പഠിക്കുന്ന സിനോണിംസിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളിപ്പോ ABCD ക്രമത്തിലാണ് ഞാൻ സിനോണിംസ് പറയുന്നത്. അതില് നമ്മൾ Aയിൽ വരുന്ന കുറച്ച് സിനോണിംസ്, അതുപോലെ Bയിൽ വരുന്ന ചോദിച്ചുള്ള സിനോണിംസ്, C, അതേപോലെ D, ഇങ്ങനത്തെ ക്രമത്തിലാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഒരു ഓർഡർ ആക്കി ഒന്ന് പഠിച്ചു പോവുക. നോക്കിയേ, അപ്പം 3 വാക്കുകളാണ് പറഞ്ഞത്. അബാൻഡൻ മീൻസ് ലീവ്, അബ്ഹോർ മീൻസ് ഹെയ്റ്റ്, അബ്രപ്റ്റ് മീൻസ് സഡൻ. അടുത്ത വാക്കാണ് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ, വിട്ടു നിൽക്കുക, മാറ്റി വയ്ക്കുക, എന്ത് ചെയ്യുന്നൂടെ, അല്ലെങ്കിൽ നിരോധിക്കുക എന്ന അർത്ഥത്തിലൊക്കെ പറയുന്നു. അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ എന്നാണ് കേട്ടോ. അബ്സ്റ്റെയിൻ, റിഫ്രൈൻ. അബ്സ്റ്റെയിന്റെ മീനിങ് റിഫ്രൈൻ, മാറ്റി വെക്കുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്ന അർത്ഥത്തില്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുക എന്നൊക്കെ അർത്ഥത്തിലാണ് പറയുന്നത്. അടുത്തതാണ് അബൻഡൻസ്. മാറിപ്പോകരുത്, അബൻഡൻ പറഞ്ഞു, അബൻഡൻസ്. അടുത്ത വാക്കാണ് അബൻഡൻസ്. അബൻഡൻസ് മീൻസ് പ്ലെന്റി എന്നാണ് കേട്ടോ. അബൻഡൻസ് മീൻസ് പ്ലെന്റി, ധാരാളം. അബൻഡൻസ് മീൻസ് പ്ലെന്റി, ധാരാളം എന്ന അർത്ഥത്തില് വരുന്നു. അടുത്ത വാക്കാണ് അഡോറേഷൻ. അടുത്ത വാക്ക് അഡോറേഷൻ, നല്ല വാക്കാണ്. അഡോറേഷൻ മീൻസ് പ്രൈസ്, നമ്മൾ ഉയർത്തി പറയുക, നമ്മൾ എന്ത് ചെയ്യുന്നൂടെ, പൊക്കി പറയുക എന്നൊക്കെ പറയില്ലേ, പ്രൈസ് ചെയ്യുക. എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളെ പ്രൈസ് ചെയ്യുന്നു, വാഴ്ത്തി പറയുന്നു, അല്ലെങ്കിൽ പൊക്കി പറയുന്നു. അപ്പൊ 3 വാക്കുകളൊന്ന് പറഞ്ഞേ. അബൻഡൻ മീൻസ് ലീവ്. രണ്ടാമത്തെ വാക്ക് അബ്ഹോർ മീൻസ് ഹെയ്റ്റ്. അടുത്ത വാക്ക് ഏതാണ്, അബ്രപ്റ്റ് മീൻസ് സഡൻ. അതുപോലെ അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ. അബൻഡൻസ് മീൻസ് പ്ലെന്റി. അഡോറേഷൻ മീൻസ് പ്രൈസ്. അഡോറേഷൻ, പ്രൈസ്. അടുത്ത വാക്ക് നോക്കിയേ, അലൂർ. അടുത്ത വാക്കാണ് അലൂർ. അലൂർ മീൻസ് ടു അട്രാക്ട്. എന്ത് ചെയ്യുന്നൂടെ, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നമ്മൾ അട്രാക്ട് ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ പറയില്ലേ. അപ്പൊ അലൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്യുക. അലൂർ മീൻസ് അട്രാക്ട് ചെയ്യുക. എന്നാല അസ്റ്റോണിഷ്. അസ്റ്റോണിഷ് പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. അസ്റ്റോണിഷ് മീൻസ് അമൈസ് ചെയ്യുക, അതിശയിക്കുക. അസ്റ്റോണിഷ്, അമൈസ്, അതിശയിക്കുക. വാക്കുകൾ പറഞ്ഞേ. അബൻഡ് 10 വാക്കാണ്. Aയിൽ വരുന്ന 10 വാക്കുകള്. ആ 10 വാക്ക് എന്നോടൊപ്പം ഒന്ന് പഠിച്ചു പോയേ. അബൻഡൻ മീൻസ് ലീവ്, അബ്ഹോർ മീൻസ് ഹെയ്റ്റ്, അബ്രപ്റ്റ് മീൻസ് സഡൻ, അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ, അബൻഡൻസ് മീൻസ് പ്ലെന്റി അല്ലെങ്കിൽ ധാരാളം, അഡോറേഷൻ മീൻസ് പ്രൈസ്, അലൂർ മീൻസ് അട്രാക്ട്, അസ്റ്റോണിഷ് മീൻസ് അമൈസ്. അസ്റ്റോണിഷ്, അമൈസ്. അതേപോലെ ഓഥന്റിക്. അടുത്ത വാക്കാണ് ഓഥന്റിക്. ഓഥന്റിക് മീൻസ് ജെനുവിൻ, അതായത് കറക്റ്റ് ആയിട്ടുള്ളത്, ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നർത്ഥത്തിൽ പറയില്ലേ ഓഥന്റിക്. അപ്പൊ ഓഥന്റിക് മീൻസ്
ജെനുവിൻ, ഓഥന്റിക്, ജെനുവിൻ. ഓക്കെ ആണല്ലോ. അടുത്ത വാക്ക് നോക്കിയേ, ആംപിള്. ആംപിൾ, AMPLE, ആംപിൾ മീൻസ് പ്ലെന്റിഫുൾ, ധാരാളം. ആംപിൾ മീൻസ് പ്ലെന്റിഫുൾ, ആംപിള് പ്ലെന്റിഫുൾ. വാക്കുകളൊന്നും കൂടെ പറഞ്ഞേ. ഒന്നാമത്തെ വാക്ക് ദി അബൻഡൻ. അബൻഡൻ മീൻസ് ലീവ്, അബ്ഹോർ മീൻസ് ഹേറ്റ്, അതേപോലെ അബ്രപ്റ്റ് മീൻസ് സഡൻ, അബ്സ്റ്റെയിൻ മീൻസ് റിഫ്രൈൻ, അബൻഡൻസ് മീൻസ് പ്ലെന്റി, അഡോറേഷൻ മീൻസ് പ്രൈസ്, അലൂറ് മീൻസ് അട്രാക്ട്, അസ്റ്റോണിഷ് മീൻസ് അമൈസ്, അതുപോലെ ഓഥന്റിക് മീൻസ് ജെനുവിൻ, ലാസ്റ്റ് വൺ ആംപിൾ മീൻസ് പ്ലെന്റിഫുൾ, ആംപിള് പ്ലെന്റിഫുൾ. 10 വാക്കുകളും അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ സിനോണിംസ് ആണ് നമ്മൾ നോക്കിയത്. അടുത്ത ബിയിൽ വരുന്ന കുറച്ച് വാക്കുകളാണ് നോക്കുന്നത്. ഒന്നാമത്തെ വാക്കാണ് ബാഫിൾ. ബാഫിൾ മീൻസ് കൺഫ്യൂസ് ചെയ്യുക, ബാഫിള് കൺഫ്യൂസ് ചെയ്യുക, ആശയക്കുഴപ്പത്തിലെത്തിക്കുക. ബാഫിള് കൺഫ്യൂസ്, ബാഫിൾ കൺഫ്യൂസ്. അടുത്ത വാക്കാണ് ബാനിഷ്. ബാനിഷ് പാഠപുസ്തകത്തിലുള്ളതാണ്. ബാനിഷ് ചെയ്യുക, 10ാം ക്ലാസ്സില് കഴിഞ്ഞ ടെക്സ്റ്റിലെ പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. ബാനിഷ് ചെയ്യുക, നാട് കടത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പ്രോജക്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ട് ഒരു പാഠത്തിലൊക്കെ ഉണ്ടായിരുന്ന വാക്കാണ്. ഇപ്പൊ ബാനിഷ് മീൻസ് എക്സൈൽ ചെയ്യുക, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് കടത്തിക്കൊണ്ടുപോകുക. നാട് കടത്തുക എന്നാണ് കറക്റ്റ് മീനിങ് കേട്ടോ. ബാനിഷ്, എക്സൈൽ. ഇപ്പൊ 2 വാക്കുകൾ പഠിച്ചു ബിയിൽ വരുന്നത്. ബാഫിൾ മീൻസ് കൺഫ്യൂസ് ചെയ്യുക, ബഫിള് കൺഫ്യൂസ്. രണ്ടാമത്തെ വാക്ക് ബാനിഷ് മീൻസ് എക്സൈൽ. ബാനിഷ് മീൻസ് എക്സൈൽ, നാട് കടത്തുക. ഓക്കെ. അതുപോലെ അടുത്ത വാക്കാണ് ബാഷ്ഫുൾ. ബാഷ്ഫുൾ മീൻസ് ഷൈ. ബാഷ്ഫുൾ മീൻസ് ഷൈനെസ്. എന്ത് ചെയ്യുന്നോട്ടെ, നമ്മൾ നാണം കുടുങ്ങി എന്നൊക്കെ പറയില്ലേ. ബാഷ്ഫുൾ മീൻസ് ഷൈ, ഷൈനെസ് എന്നാണ് കേട്ടോ. ബാഷ്ഫുള്ള്, ഷൈനെസ്. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ 3 വാക്കുകള്. ബാഫിള്, കൺഫ്യൂസ്, ബാനിഷ്, എക്സൈല്, ബാഷ്ഫുള്ള്, ഷൈ. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ, ബ്ലെയിം ചെയ്യുക. ബ്ലെയിം മീൻസ് അക്യൂസ് ചെയ്യുക. ബ്ലെയിമിങ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നാണ് കേട്ടോ. അക്യൂസ്, കുറ്റപ്പെടുത്തുക. അപ്പൊ ബ്ലെയിം മീൻസ് അക്യൂസ് ചെയ്യുക, പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. ബ്ലെയിം മീൻസ് കുറ്റപ്പെടുത്തുക, അക്യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ, ബ്ലിസ്. പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. ബ്ലിസ് മീൻസ് ജോയ് എന്നാണ്, സന്തോഷിക്കുക, ജോയ്. എന്ത് ചെയ്യും, ജോയ്ഫുൾ എന്നൊക്കെ പറയല്ലേ. ബ്ലിസ് മീൻസ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ജോയ്. ഓക്കെ, വാക്കുകളൊന്നും കൂടെ പറഞ്ഞേ. ബാഫിൾ മീൻസ് കൺഫ്യൂസ്, ബാഫിള് കൺഫ്യൂസ്. ബാനിഷ് മീൻസ് എക്സൈൽ, നാട് കടത്തുക. ബാഷ്ഫുൾ മീൻസ് ഷൈനസ്, എന്ത് ചെയ്യുന്നൂടെ, ഷൈങ് അല്ലെങ്കിൽ ഷൈ, നാണം കുണുങ്ങി. അതുപോലെ ബ്ലെയിം മീൻസ് അക്യൂസ് ചെയ്യുക. ബ്ലെയിം മീൻസ് അക്യൂസ് ചെയ്യുക. ബ്ലിസ് മീൻസ് ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. ഓക്കെ, പ്ലഷർ എന്ന് പറഞ്ഞാലും ഹാപ്പിനെസ് എന്നാണ് മീനിങ് കേട്ടോ. പ്ലഷർ മീൻസും ഹാപ്പിനെസ് ആണ്. ഓക്കെ, അടുത്ത വാക്കാണ് ബാൻഡിറ്റ്. ബാൻഡിറ്റ് മീൻസ് റോബേഴ്സ്. എന്ത് ചെയ്യും, പിടിച്ചുപറിക്കാർ എന്നൊക്കെ പറയില്ലേ, റോബർ. എന്ത് ചെയ്യുന്നൂടെ, ബാൻഡിറ്റ്. ബാൻഡിറ്റ് മീൻസ് റോബേഴ്സ്. ബാൻഡിറ്റ് റോബേഴ്സ് എന്നാണ് കേട്ടോ. ഇപ്പൊ പിടിച്ചുപറിക്കാർ. ഈ ഗ്യാങ്ങിനകത്ത് വരുന്ന മറ്റു വാക്കുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ഗ്യാങ് ഓഫ് റോബേഴ്സ് എന്ന് പറയാം, ഗ്യാങ് ഓഫ് തീവ്സ് എന്ന് പറയാം, അതുപോലെ ഗ്യാങ് ഓഫ് റോബേഴ്സ്, തീവ്സ്, പ്രിസണേഴ്സും പറയാം കേട്ടോ. ഇങ്ങനെ പഠിച്ചാൽ മതി. ഗ്യാങ് റോബറിക്ക് പോയ കള്ളന്മാര് പ്രിസണേഴ്സ് ആയി. ഗ്യാങ് റോബറിക്ക് പോയ കള്ളന്മാര് പ്രിസണേഴ്സ് ആയി. ഗ്യാങ് ഓഫ് റോബേഴ്സ്, ഗ്യാങ് ഓഫ് പ്രിസണേഴ്സ്, ഗ്യാങ് ഓഫ് തീവ്സ്, കള്ളന്മാര്, തീവ്സ്. ഓക്കെ, അപ്പൊ ഗ്യാങ് ഒരു കളക്റ്റീവ് നോണാണ്. റോബർ കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ബാൻഡിറ്റ് മീൻസ് റോബർ. ബാൻഡിറ്റ്, റോബർ എന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറഞ്ഞ വാക്കുകള്. ബാഫിൾ മീൻസ് കൺഫ്യൂസ് ചെയ്യുക. ബാനിഷ് മീൻസ് എക്സൈൽ ചെയ്യുക, എക്സൈല്. ബാഷ്ഫുൾ മീൻസ് ഷൈനസ്. ബ്ലെയിം മീൻസ് അക്യൂസ് ചെയ്യുക. ബ്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ്. അതുപോലെ ബാൻഡിറ്റ് മീൻസ് റോബർ. അടുത്ത വാക്കാണ് ബാരൻ. ബാരൻ മീൻസ് അൺഫെർട്ടില്. അൺഫെർട്ടിൽ, ബാരൻ, അൺഫെർട്ടിൽ, അതായത് തരിശു ഭൂമി എന്നൊക്കെ പറയില്ലേ, ഉപയോഗശൂന്യമില്ലാത്തത്. എന്ത് ചെയ്യുന്നത്, ഒരു വിത്ത് പോലും മുളയ്ക്കാത്ത സ്ഥലങ്ങൾ, എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ളത്. ബാരൻ മീൻസ് അൺഫെർട്ടില്. അൺഫെർട്ടിൽ, എന്ത് ചെയ്യുന്നവിടെ, ഫലഭൂഷ്ടി ഇല്ലാത്തത്. അപ്പൊ ബാരൻ, അൺഫെർട്ടിൽ എന്നാണ് കേട്ടോ. അടുത്ത നോക്കിയേ, ബ്രേവ്. ബ്രേവ് മീൻസ് കറേജിയസ്. ബ്രേവ്, കറേജിയസ്, ധൈര്യമുള്ളത്. ബ്രേവ് മീൻസ് കറേജിയസ്, ധൈര്യം. ബ്രേവ്, കറേജിയസ്. അടുത്ത വാക്കാണ് ബ്രൈറ്റ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ വെരി ക്ലിയർ എന്നാണ് കേട്ടോ, വളരെ വ്യക്തമായിട്ട്. ബ്രൈറ്റ് മീൻസ് വെരി ക്ലിയർ. ബ്രൈറ്റ്, വെരി ക്ലിയർ. അടുത്ത വാക്കാണ് ബ്രില്യന്റ്. എന്ത് ചെയ്യുന്നൂടെ, ബ്രില്യന്റ് മീൻസ് ഇന്റലിജന്റ്. ബ്രില്യൻസ് മീൻസ് ഇന്റലിജൻസ്, വളരെ ബുദ്ധിയുള്ളത്. ഓക്കെ, വാക്കുകളൊന്ന് പറഞ്ഞേ. ബാഫിൾ മീൻസ് കൺഫ്യൂസ്. എന്നോടൊപ്പം പറഞ്ഞോ, ബാഫിൾ മീൻസ് കൺഫ്യൂസ്. ബാനിഷ് മീൻസ്
എക്സൈൽ. അടുത്ത പോലെ ബാഷ്ഫുൾ മീൻസ് ഷൈ, ബ്ലെയിം മീൻസ് അക്യൂസ്, ബ്ലിസ് മീൻസ് ജോയ്, ബാൻഡിറ്റ് മീൻസ് റോബർ, ബാരൻ മീൻസ് അൺഫെർട്ടില്, അതുപോലെ ബ്രേവ് മീൻസ് ബ്രേവ് മീൻസ് കറേജിയസ്, ബ്രൈറ്റ് മീൻസ് ക്ലിയർ, അതുപോലെ എന്ത് ചെയ്യും ബ്രില്യൻറ്റ് മീൻസ് ഇന്റലിജന്റ്, ബ്രില്യൻസ് മീൻസ് ഇന്റലിജൻസ്. 10 വാക്കുകൾ. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 20 വാക്കുകളും അതുമായി ബന്ധപ്പെട്ട സിനോണിംസും ആണ് പഠിച്ചത്. 20 വാക്കുകൾ. എയിൽ വരുന്ന 10 വാക്ക്, ബിയിൽ വരുന്ന 10 വാക്ക്. അടുത്ത സിയിൽ വരുന്ന വാക്കാണ് കേട്ടോ. നോക്കിയേ, കനോപ്പി. കനോപ്പി മീൻസ് കവറിങ്. കനോപ്പി മീൻസ് കവറിങ്, ഒരു മൂടൽ എന്നൊക്കെ പറയല്ലേ കനോപ്പി ഒക്കെ. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു കനോപ്പി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഒരു മൂടൽ അറ്റ്മോസ്ഫിയർ ആണ്, എല്ലാം മങ്ങിക്കിടക്കുന്നു. മൂടൽ, കവറിങ്. എന്ത് ചെയ്യുന്നുണ്ട്, മൂടൽ അല്ലെങ്കിൽ കവർ ചെയ്യുക. ഓക്കെ, കനോപ്പി കവറിങ്. രണ്ടാമത്തെ വാക്കാണ് സെൻഷുർ. സെൻഷുർ മീൻസ് ടു ക്രിട്ടിസൈസ്, വിമർശിക്കുക. സെൻഷുർ മീൻസ് ടു ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക എന്നാണ്. അപ്പൊ 2 വാക്കുകളൊന്നും കൂടെ പറഞ്ഞേ. കനോപ്പി മീൻസ് കവറിങ്, കനോപ്പി കവറിങ്. സെൻഷുർ മീൻസ് ടു ക്രിട്ടിസൈസ്, സെൻഷുർ മീൻസ് ടു ക്രിട്ടിസൈസ്. അടുത്ത വാക്കാണ് നോക്കിയേ, ക്ലെമൻസി. ക്ലെമൻസി മീൻസ് ഫൊർഗീവ്നെസ്. ക്ലെമൻസി മീൻസ് ഫൊർഗീവ്നെസ്, ക്ഷമിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ക്ലെമൻസി മീൻസ് ഫൊർഗീവ്നെസ്. 3 വാക്കുകൾ പറഞ്ഞു. ക്ലെമൻസി, ഫൊർഗീവ്നെസ്, സെൻഷുർ, ടു ക്രിട്ടിസൈസ്, കനോപ്പി മീൻസ് കവറിങ്. അടുത്ത വാക്കാണ് കലാമിറ്റി. കലാമിറ്റി മീൻസ് ഡിസാസ്റ്റർ. നമ്മൾ ദുരന്തം, ദുരിതം എന്നൊക്കെ പറയില്ലേ, നാച്ചുറൽ കലാമിറ്റീസ്. കലാമിറ്റി മീൻസ് ഡിസാസ്റ്റർ, ദുരിതം അല്ലെങ്കിൽ ദുരന്തങ്ങൾ എന്ന് പറയാറുണ്ട്. ഓക്കെ, കലാമിറ്റി, ഡിസാസ്റ്റർ. ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത വാക്കാണ് കൺസീൽ ചെയ്യുക. കൺസീൽ മീൻസ് ടു ഹൈഡ്, മറയ്ക്കുക എന്നാണ്. കൺസീൽ മീൻസ് ടു ഹൈഡ്, കൺസീൽ ചെയ്യുക, ഹൈഡ് ചെയ്യുക. വാക്കുകളൊന്ന് പറഞ്ഞേ, 5 വാക്കുകള് ഒന്ന് പറഞ്ഞേ. കനോപ്പി മീൻസ് കവറിങ്, സെൻഷുർ മീൻസ് ടു ക്രിട്ടിസൈസ്, അതേപോലെ എന്ത് ചെയ്യുന്നൂടെ ക്ലെമൻസി മീൻസ് ഫൊർഗീവ്നെസ്. ക്ലെമൻസി മീൻസ് ഫൊർഗീവ്നെസ്, കലാമിറ്റി മീൻസ് ഡിസാസ്റ്റർ, കൺസീൽ മീൻസ് ടു എന്ത് ചെയ്യുന്നൂടെ ഹൈഡ്, കൺസീൽ. നിങ്ങൾ കൺസീൽഡ് ടെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് സിനിമയിലാണെന്ന് ഓർമ്മയുണ്ടോ? കൺസീൽഡ് ടെൻറ്റർ. അതായത് ആരും കാണാതെ ഒരു തുക എഴുതി കൊടുക്കുന്നു. നമ്മുടെ കൺസീൽഡ് ടെൻഡർ ഒന്നും വന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. കൺസീൽ ചെയ്യുക, കൺസീൽ, ഹൈഡ് ചെയ്ത് കൊണ്ടുവരിക എന്നാണ്. എഴുതിയ തുക ആരെയും കാണിക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്, ലേലം വിളിക്കുന്ന ആൾക്കാർ മാത്രം പൊട്ടിച്ച് വായിക്കുന്നു. കൺസീല്, ഹൈഡ് ചെയ്യുക. ഏത് സിനിമയാണെന്ന് ചോദിച്ചാൽ നരസിംഹം. ഓക്കെ, പോട്ടെ. അടുത്തത് എന്ത് ചെയ്യുന്നുടെ ചൈഡ്. ചൈഡ് മീൻസ് സ്കോൾഡ് ചെയ്യുക. ചൈഡ് മീൻസ് സ്കോൾഡ്, ചൈഡ് മീൻസ് സ്കോൾഡ് ചെയ്യുക എന്നുണ്ടാ. CHID. ചൈഡ് മീൻസ് സ്കോൾഡിങ്, വഴക്ക് പറയുക. സ്കോൾഡ് മീൻസ് വഴക്ക് പറയുക എന്നാണ് കേട്ടോ. നമ്മൾ വഴക്ക് പറയുക. ചൈഡ് മീൻസ് എന്ത് ചെയ്യും, സ്കോൾഡ് അല്ലെങ്കിൽ സ്കോൾഡ് ചെയ്യുക, വഴക്ക് പറയുക എന്നാണ്. അടുത്ത വാക്കാണ് സെൻഷുർ ചെയ്യുക. സെൻഷുർ, ഡിസ്അപ്രൂവൽ. സെൻഷുർ മീൻസ് ഡിസ്അപ്രൂവൽ. സെൻഷുർ എന്ത് ചെയ്യുന്ന മോളിൽ എഴുതിയിട്ടുണ്ട്. സെൻഷുർ, സെൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക, വിമർശിക്കുക. അത് തന്നെയാണ്. ഡിസ്അപ്രൂവ് സമ്മതിക്കാതിരിക്കുക, വിമർശിക്കുക. സെൻഷുർ മീൻസ് ക്രിട്ടിസൈസ്, അല്ലെങ്കിൽ രണ്ടിന്റെയും മീനിങ് ഏകദേശം ഈക്വൽ ആണ്. ക്രിട്ടിസൈസ്, വിമർശിക്കുക, എല്ലാം തെറ്റാണെന്ന് പറയുക, പറയുന്ന കാര്യങ്ങളൊന്നും സമ്മതിക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ സെൻഷുർ മീൻസ് ടു ക്രിട്ടിസൈസ് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ ഡിസ്അപ്രൂവൽ. 2 വാക്കും സെയിം തന്നെയാണ്. അടുത്ത വാക്ക് നോക്കിയേ, കോൺട്രറി. കോൺട്രറി മീൻസ് വിരോധാഭാസം, നമ്മൾ പറയുന്നതിന് വിപരീതം, ഓപ്പോസിറ്റ്. അപ്പൊ കോൺട്രറി മീൻസ് ഓപ്പോസിറ്റ്, എതിര്. കോൺട്രറി മീൻസ് ഇപ്പൊ എനിക്ക് അദ്ദേഹവുമായിട്ട് കോൺട്രറി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നതിന് എതിരാണ്, ഞാൻ അദ്ദേഹത്തിന് എതിരാണ്. അപ്പൊ ഓപ്പോസിറ്റ്. കോൺട്രറി മീൻസ് ടു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്. ഇപ്പൊ പറഞ്ഞേ, ഒന്ന് എന്ത് ചെയ്യും, കനോപ്പി മീൻസ് എന്താണ് കവറിങ്, എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുക. സെൻഷ്വൽ മീൻസ് ക്രിട്ടിസൈസ് അല്ലെങ്കിൽ ഡിസ്അപ്രൂവല്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ ക്ലെമൻസി മീൻസ് ഫൊർഗീവ്നെസ്, കലാമിറ്റി മീൻസ് ഡിസാസ്റ്റർ, കൺസീൽ മീൻസ് ഹൈഡ്, ചൈഡ് മീൻസ് സ്കോൾഡ് ചെയ്യുക, വഴക്ക് പറയുക. കോൺട്രറി മീൻസ് ഓപ്പോസിറ്റ്. കോൺട്രറി, ഓപ്പോസിറ്റ്. കമ്പൽ ചെയ്യുക. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാം കമ്പൽ ചെയ്യാറുണ്ട്. നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടുകാരെല്ലാം കമ്പൽ ചെയ്യാറുണ്ട്. കമ്പൽ മീൻസ് ഫോഴ്സ് ചെയ്യുക. കമ്പൽ ചെയ്യുക മീൻസ് ഫോഴ്സ് ചെയ്യുക, നിർബന്ധിക്കുക എന്നാണ് കേട്ടോ. കമ്പൽ മീൻസ് ഫോഴ്സ് ചെയ്യുക. ലാസ്റ്റ് വൺ കമാൻഡ് ചെയ്യുക. കമാൻഡ് മീൻസ് ഓർഡർ ചെയ്യുക. കമാൻഡ്, ഓർഡർ. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആജ്ഞ കൊടുക്കുക, നിർദ്ദേശങ്ങൾ കൊടുക്കുക, ഓർഡർ കൊടുക്കുക. ഓക്കെ, ഒന്നും കൂടെ പറഞ്ഞേ 10 വാക്കുകൾ. നമ്മളിപ്പം 30 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നും കൂടെ പറഞ്ഞേ. ഒന്ന് കനോപ്പി മീൻസ് കവറിങ്,
സെൻഷർ മീൻസ് ക്രിട്ടിസൈസ് അല്ലെങ്കിൽ ഡിസപ്രൂവല്. ക്ലമൻസി മീൻസ് ഫൊർഗീവ്നെസ്. കലാമിറ്റി മീൻസ് ഡിസാസ്റ്റർ. കൺസീൽ മീൻസ് ഹൈഡ്. ചൈഡ് മീൻസ് സ്കോൾഡ് ചെയ്യുക. കോൺട്രറി മീൻസ് ഓപ്പോസിറ്റ്. ഇനി അതേപോലെ കമ്പൽ മീൻസ് ഫോഴ്സ് ചെയ്യുക. കമാൻഡ് മീൻസ് ഓർഡർ ചെയ്യുക. കമാൻഡ് ഓർഡർ. ഓക്കെ, അടുത്ത വാക്കാണ് ഡിയിൽ വരുന്ന വാക്കാണ്. ഒന്നാമത്തെ വാക്ക് ഡിനേ. നമ്മൾ ഒരു കാര്യം ഡിനേ ചെയ്തു എന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചു, റഫ്യൂസ് ചെയ്യുക. ഡിനേ മീൻസ് റഫ്യൂസ് ചെയ്യുക, ഒഴിവാക്കി കളയുക. ഡിനേ മീൻസ് റഫ്യൂസ് ചെയ്യുക. അടുത്ത ഡിവൈൻ. ഡിവൈൻ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. ഡിവൈൻ മീൻസ് ദൈവികമായിട്ടുള്ള, ഗോഡിലി. ഡിവൈൻ മീൻസ് ഗോഡിലി. ഇപ്പൊ രണ്ട് വാക്കുകൾ പറഞ്ഞേ. ഡിനേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫ്യൂസ് ചെയ്യുക. ഡിവൈൻ മീൻസ് ഗോഡിലി. ഡിവൈൻ ഗോഡിലി. അടുത്ത വാക്കാണ് ഡിസ്മൽ. ഡിസ്മൽ മീൻസ് പാഠപുസ്തകത്തിലുള്ള വാക്കാണ്. ഡിസ്മൽ മീൻസ് സാഡ്, സങ്കടം, സാഡ്നെസ്. ഡിസ്മൽ മീൻസ് സാഡ്. വാക്കുകളൊന്നും കൂടെ പറഞ്ഞേ. ഡിനേ റഫ്യൂസ് ചെയ്യുക. ഡിവൈൻ ഗോഡ് അല്ലെങ്കിൽ ഗോഡിലി ദൈവികമായിട്ടുള്ളത്. ഡിസ്മൽ മീൻസ് സാഡ്. ഡിസ്മൽ മീൻസ് സാഡ്. അടുത്ത നോക്കിയേ ഡിസ്ഗ്രേസ്. ഡിസ്ഗ്രേസ് മീൻസ് ഡിസ്ഹോണർ, നമ്മൾ ആദരവ് കൊടുക്കാതിരിക്കുക. ഡിസ്ഗ്രേസ് മീൻസ് ഡിസ്ഹോണർ. ഡിസ്ഗ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ഹോണർ ചെയ്യുക അല്ലെങ്കിൽ ബഹുമാനം കൊടുക്കാതിരിക്കുക. ഡിസ്ഗ്രേസ് മീൻസ് ഡിസ്ഹോണർ. അടുത്ത വാക്ക് നോക്കിയേ ഡ്രോൺ. ഡ്രോൺ മീൻസ് മുങ്ങിപ്പോവുക, വെള്ളത്തിലേക്ക് ഡ്രോൺ ചെയ്ത് പോയതു അല്ലെങ്കിൽ പോയെന്ന് പറയില്ലേ. ഡ്രോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിങ്ക്, മുങ്ങിപ്പോവുക. ഡ്രോൺ മീൻസ് സിങ്ക് ചെയ്യുക. ഒന്നും കൂടെ പറഞ്ഞേ. ഡിനേ റഫ്യൂസ്. ഡിവൈൻ ഗോഡിലി. ഡിസ്മല് സാഡ്. ഡിസ്ഗ്രേസ് ഡിസ്ഹോണർ. ഡ്രോൺ മീൻസ് സിങ്ക്. ഡ്രോൺ മീൻസ് സിങ്ക്. അടുത്ത് നോക്കിയേ ഡിഫർ ചെയ്യുക. പഠിച്ചോണം. ഡിഫർ മീൻസ് ഡിസ്അഗ്രി, സമ്മതിക്കാതിരിക്കുക. എന്ത് ചെയ്യുന്നോടെ ഒരു കാര്യം സമ്മതിക്കാതിരിക്കുക. ഓക്കെ, ഡിഫർ മീൻസ് ഡിസ്അഗ്രി. അടുത്ത വാക്ക് ഡിസാസ്റ്റർ. ഡിസാസ്റ്റർ മീൻസ് കലാമിറ്റി, ദുരിതങ്ങൾ എന്നാണ് അർത്ഥം കേട്ടോ. ഡിസാസ്റ്റർ മീൻസ് കലാമിറ്റി. നമ്മൾ കഴിഞ്ഞ നേരത്തെ ഡിസാസ്റ്റർ നോക്കിയാണ്. ഡിസാസ്റ്റർ മീൻസ് കലാമിറ്റി, ദുരിതങ്ങൾ എന്നാണ്. അപ്പൊ കലാമിറ്റി ആണ് നമ്മൾ നേരത്തെ നോക്കിയത്. കലാമിറ്റി, ഡിസാസ്റ്റർ, നാച്ചുറൽ കലാമിറ്റി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഡിസാസ്റ്റർ പറഞ്ഞു, അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന്റെ സിനോണിം ഏതാന്ന് ചോദിച്ചാൽ കലാമിറ്റി. ഓക്കെ, അടുത്ത വാക്യമാണ് ഡിറ്റസ്റ്റ്. ഡിറ്റസ്റ്റ് മീൻസ് ഹെയ്റ്റ് ചെയ്യുക, വെറുക്കുക. ഇനി പറയണം ഡിറ്റസ്റ്റ് മീൻസ്, നല്ല വാക്കുകളാണ്. ഹെയ്റ്റ്, വെറുക്കുക എന്നതിന്റെ മറ്റൊരു സിനോണിമാണ് ഡിറ്റസ്റ്റ്. ഡിറ്റസ്റ്റ് മീൻസ് ടു ഹെയ്റ്റ്. ഡിറ്റസ്റ്റ് ടു ഹെയ്റ്റ്. വാക്കുകളൊന്നും കൂടെ പറഞ്ഞേ. ഡിനേ റഫ്യൂസ്, എന്നോടൊപ്പം ഉറച്ചു പറയണം. ഡിവൈൻ ഗോഡിലി. ഡിസ്മല് സാഡ്. ഡിസ്ഗ്രേസ് ഡിസ്ഹോണർ. ഡ്രോൺ സിങ്ക്. ഡിഫർ ഡിസ്അഗ്രി. ഡിസാസ്റ്റർ കലാമിറ്റി. ഡിറ്റസ്റ്റ് ഹെയ്റ്റ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ ഡിലൂഷൻ. ഡിലൂഷൻ മീൻസ് ഇലൂഷൻ. ഇലൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണ. ഡിലൂഷൻ മീൻസ് ഇലൂഷൻ. ഹാലൂസിനേഷൻ മറ്റൊരു വാക്കാണ്. ഹാലൂസിനേഷൻ മീൻസും വിഭ്രാന്തി, ഇല്ലാത്തതുണ്ടെന്ന് കാണുന്നു അല്ലേ. അപ്പൊ ഡിലൂഷൻ, ഇലൂഷൻ. ഡിലൂഷൻ, ഇലൂഷൻ. പറഞ്ഞ വാക്കുകളൊന്നും കൂടെ പറഞ്ഞേ. ഡിനേ റഫ്യൂസ്. ഞാനിങ്ങനെ ആവർത്തിക്കുന്നത് എന്നോടൊപ്പം പഠിച്ചു തീർക്കാനാണ്, പഠിച്ചു വരാനാണ്. നിങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ 50 വാക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നൂടെ കിട്ടി വരും. അല്ലാണ്ട് നിങ്ങൾ കേട്ട് മാത്രം ഇരിക്കരുത്. കാരണം വാക്കുകളാണ് ധാരാളം ഉണ്ട്. എവിടെ നിന്ന് വേണോ സിനോണിം ആന്റോണിം ചോദിക്കാം. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാൽ, നമ്മളൊരു 1000 സിനോണിംസ് നോക്കി വെച്ചിരുന്നാൽ അല്ലെങ്കിൽ അറിയാമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 2 അതിനകത്തുനിന്ന് പരീക്ഷയ്ക്ക് വരാം. എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ നിന്ന് വേണോ വരാം. അപ്പൊ അതുകൊണ്ട് സ്കൂൾ ടെക്സ്റ്റ് എന്ത് ചെയ്യും, PSC നോക്കുന്നവരാണെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് കൂടുതൽ റെഫർ ചെയ്യുക. അപ്പൊ PSCക്ക് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പറയുമ്പോഴത്തേക്കും സ്കൂൾ ടെക്സ്റ്റ് ഫുള്ള് എന്ത് ചെയ്യുന്നൂടെ പറഞ്ഞുതരും. ഇതിനകത്ത് ഞാൻ സ്കൂൾ ടെക്സ്റ്റും പിന്നെ പ്രീവിയസ് എന്ത് ചെയ്യുന്നൂടെ ചോദിച്ചതുമായിട്ടുള്ള 50 വാക്കുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. സ്കൂൾ ടെക്സ്റ്റിൽ മാത്രമുള്ളതായിട്ട് പറഞ്ഞുതരും. പിന്നെ അതേപോലെ തന്നെ കോമൺ PSC, പിന്നെ നമ്മൾ ലാസ്റ്റ് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വർക്കും കൂടെ ചെയ്യും. ഓക്കെ, അപ്പൊ ഡിലൂഷൻ മീൻസ് ഇലൂഷൻ. ഡിറ്റസ്റ്റ് മീൻസ് ഹെയ്റ്റ്. അതുപോലെ ഡിസാസ്റ്റർ മീൻസ് കലാമിറ്റി. അതുപോലെ ഡിഫർ മീൻസ് ഡിസ്അഗ്രി. ഡ്രോൺ മീൻസ് സിങ്ക്. അതേപോലെ ഡിസ്ഗ്രേസ് മീൻസ് ഡിസ്ഹോണർ. ഡിസ്മൽ മീൻസ് സാഡ്. ഡിവൈൻ മീൻസ് ഗോഡ്ലി. അതേപോലെ ഡിനേ മീൻസ് റഫ്യൂസ്. അടുത്ത വാക്ക് നോക്കിയേ ഡിസൈറ്റ്. ഡിസൈറ്റ് മീൻസ് ചീറ്റ് ചെയ്യുക. ഡിസൈറ്റ് ചെയ്തു, ചീറ്റ് ചെയ്തു. ഡിസൈറ്റ് മീൻസ് ടു ചീറ്റ്, നമ്മൾ പറ്റിക്കുക എന്നൊക്കെ പറയില്ലേ, ചീറ്റ് ചെയ്യുക. ഡിസൈറ്റ്, ചീറ്റ്.
ഓക്കെ, വാക്കുകൾ കിട്ടുമല്ലോ. അപ്പൊ ഡിയിൽ വരുന്ന വാക്കുകളാണ് നമ്മൾ ഇപ്പോഴേ നോക്കിയത്. ഡിസൈറ്റ്, ചീറ്റ്, ഡിലൂഷൻ, ഇലൂഷൻ, ഡിറ്റസ്റ്റ്, ഹെയ്റ്റ്, ഡിസാസ്റ്റർ, ദി കലാമിറ്റി, ഡിഫർ, ഡിസഗ്രി, ഡ്രോൺ, സിങ്ക്, ഡിസ്ഗ്രേസ്, ഡിസ്ഹോണർ, ഡിസ്മൽ, സാഡ്, ഡിവൈൻ, അതുപോലെ ഗോഡ്ലി, ഡിനെ, റഫ്യൂസ്. അടുത്ത നോക്കിയേ, ഇങ്ങനെ നമ്മള് 40 വാക്കുകള് പഠിച്ചു. എയില് 10 വാക്ക് പഠിച്ചു. ബിയിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതും ആയിട്ട് നമ്മൾ എത്ര വാക്ക് പഠിച്ചു? 10 വാക്ക് പഠിച്ചു. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നൂടെ? ബി, സിയിൽ പഠിച്ചു, ഡിയിൽ പഠിച്ചു. ഇനി അടുത്തത് ഇയിൽ വരുന്ന വാക്കാണ് ഇറുഡിറ്റ്. നോക്കിയേ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇറുഡിറ്റ് മീൻസ് സ്കോളർ എന്നാണ് കേട്ടോ, അറിവുള്ള ആൾക്കാർ. ഇറുഡിറ്റ്, സ്കോളർ. ഇറുഡിറ്റ് മീൻസ് സ്കോളർ എന്നാണ്. രണ്ടാമത്തെ വാക്കാണ് എക്സ്ഹോർട്ട്. എക്സ്ഹോർട്ട് മീൻസ് ടു അഡ്വൈസ്, ഉപദേശങ്ങൾ നൽകുക. നിങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ആൾക്കാർ ഉപദേശങ്ങൾ നൽകാറുണ്ട്. എക്സ്ഹോർട്ട് മീൻസ് ടു അഡ്വൈസ്. എന്ത് ചെയ്യുന്നൂടെ? അഡ്വൈസ് ചെയ്യുക, ഉപദേശിക്കുക. ഓക്കെ, അഡ്വൈസ്, ADVISE അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. അഡ്വൈസ്, CE അഡ്വൈസ് മീൻസ് ഉപദേശം. ഇതൊരു വേർബാണ്. അഡ്വൈസ്, ADVICE അഡ്വൈസ് എന്ന് പറഞ്ഞ ഉപദേശം എന്നായിട്ട് മാറും. അതൊരു നൗൺ ആണ്. ഇപ്പൊ എറുഡിറ്റ്, സ്കോളർ എന്ന് പഠിച്ചു. അതേപോലെ എക്സ്ഹോർട്ട് മീൻസ് ടു അഡ്വൈസ്. ഓക്കെ, അടുത്താണ് ഫാബിള്. ഫാബിൾ മീൻസ് ഫേക്ക് സ്റ്റോറീസ്, കെട്ടുകഥകൾ, കള്ളക്കഥകൾ എന്നൊക്കെ പറയില്ലേ. ഫേബിൾ മീൻസ് ഫേക്ക് സ്റ്റോറീസ്. ഫേബിള്, ഫേക്ക്. ഫേബിള്, ഫേക്ക് സ്റ്റോറീസ്. ഫേബിൾ മീൻസ് ഫേക്ക് സ്റ്റോറീസ്. ഓക്കെ, അതിനൊരു ഇടിയും ഉണ്ട് കുട്ടികളെ. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. ഇത് കേട്ടിട്ടുണ്ടാവുന്നോ? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് എന്നാണ്, ഫേക്ക് സ്റ്റോറീസ്. ഓക്കെ, കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി അതൊരു ഇടിയാണ്. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി മീൻസ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ്, മെനഞ്ഞെടുത്ത കഥകൾ, കെട്ടുകഥകൾ എന്ന അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഫേബിൾ മീൻസ് ഫേക്ക് സ്റ്റോറി. ഓക്കെ, 3 വാക്കുകളൊന്ന് പറഞ്ഞേ. എറുഡിറ്റ്, സ്കോളർ, എക്സ്ഹോർട്ട്, അഡ്വൈസ്, ഫേബിള്, ഫേക്ക് സ്റ്റോറി. അടുത്ത വാക്കാണ് ഫീബിള്. നോക്കിയേ, ഫീബിൾ മീൻസ് വെരി വീക്ക് എന്നാണ് കേട്ടോ, ക്ഷീണിച്ചത്. ഫീബിൾ മീൻസ് വീക്ക്. പാഠോസിലുള്ള വാക്കാണ്. ഫീബിൾ മീൻസ് വീക്ക്. ഫീബിൾ മീൻസ് വീക്ക്. അടുത്ത് നോക്കിയേ, ഫാറ്റൽ മീൻസ്, ഫാറ്റൽ പാഠോസിലുള്ള വാക്കാണ്. ഫാറ്റൽ മീൻസ് ഡെഡ്ലി, മരണതുല്യമായത്. ഫാറ്റൽ മീൻസ് ഡെഡ്ലി. നിങ്ങള് അഡ്വഞ്ചർ ഇൻ എ ബനിയൻട്രി ആരെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. 10ാം ക്ലാസ്സില് കഴിഞ്ഞ പുസ്തകത്തിൽ ഉണ്ടായിരുന്ന പാഠമാണ് അഡ്വഞ്ചർ ഇൻ എ ബനിയൻട്രി. അതിനകത്ത് എന്ത് ചെയ്യുന്നൂടെ? ഫാറ്റൽ, ഡെഡ്ലി പഠിച്ചതാണ്. ഫാറ്റൽ മറ്റേ പാമ്പും ആരും തമ്മിലുള്ള, നമ്മുടെ കീരിയും തമ്മിലുള്ള ഫൈറ്റിന്റെ ഇടയില് എന്ത് ചെയ്യുന്നൂടെ? ഫാറ്റൽ, മറ്റേ പാമ്പിന്റെ വെനം നിറഞ്ഞിട്ടുള്ള ഫാറ്റൽസ്, ഡെഡ്ലി വെനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്ന വാക്കാണ് ഫാറ്റൽ മീൻസ് ഡെഡ്ലി, മരണതുല്യമായിട്ടുള്ളത്. അടുത്ത ഫെലിസിറ്റേറ്റ്. ഫെലിസിറ്റേറ്റ് മീൻസ് എന്ത് ചെയ്യുന്നൂടെ? ഫെലിസിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ നോട്ടീസ് ഒക്കെ എടുക്കുമ്പോൾ ഫെലിസിറ്റേഷൻസ്, കൺഗ്രാജുലേറ്റ് ചെയ്യുക, നമ്മൾ പൊന്നാടയൊക്കെ അണിയിക്കാറില്ലേ വീട്ടിലെ? ഫെലിസിറ്റേഷൻസ്. ഫെലിസിറ്റേഷൻ മീൻസ് ടു കൺഗ്രാജുലേറ്റ്, എന്ത് ചെയ്യുന്നൂടെ? അഭിനന്ദിക്കുക. ഫെലിസിറ്റേഷൻ മീൻസ് അല്ലെങ്കിൽ ഫെലിസിറ്റേറ്റ്, കൺഗ്രാജുലേറ്റ് ചെയ്യുക. വാക്കുകളൊന്ന് പറഞ്ഞേ. എന്ത് ചെയ്യുന്നൂടെ? പഠിച്ച 6 എന്ത് ചെയ്യും? വാക്കുകളൊന്ന് പറഞ്ഞേ. എറുഡിറ്റ്, സ്കോളർ. എറുഡിറ്റ്, സ്കോളർ. എക്സ്ഹോർട്ട്, ടു അഡ്വൈസ്. ഫേബിള്, ഫേക്ക് സ്റ്റോറീസ്. ഫീബിള്, വീക്ക്. ഫാറ്റല്, ഡെഡ്ലി. ഫെലിസിറ്റേറ്റ്, കൺഗ്രാജുലേറ്റ്. ഫെലിസിറ്റേറ്റ്, കൺഗ്രാജുലേറ്റ്. അടുത്ത വാക്ക് നോക്കിയേ. എക്സ്ട്രാവാഗന്റ്, ധൂർത്ത്. എക്സ്ട്രാവാഗന്റ്, ലാവിഷ്, ധൂർത്ത് കാണിക്കുക. എക്സ്ട്രാവാഗന്റ് മീൻസ് ലാവിഷ്. എക്സ്ട്രാവാഗന്റ്, ലാവിഷ് എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിനൊരു ഇടിയം ഉണ്ടായിരുന്നു, പഠിച്ചതാണ് ഇടിയം. നിങ്ങളിങ്ങനെ കണക്ട് ചെയ്ത് ഞാൻ പറയുമ്പോൾ എന്നോടൊപ്പം പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, എക്സ്ട്രാവാഗന്റ്, അതിനൊരു ഇടിയം പറഞ്ഞാൽ പറ്റില്ല, ധൂർത്ത് കാണിക്കുക. ഓക്കെ, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ബേൺ ദ കാൻഡിൽ, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് മീൻസ് സ്പെൻഡ് ലാവിഷിലി. ലാവിഷിലി അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൂടെ? വളരെ ക്ഷീണിക്കുക എന്ന് പറയാറുണ്ട്, അതിന് മീനിങ് വരാറുണ്ട്. സ്പെൻഡ് ലാവിഷിലി. ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് മീൻസ് സ്പെൻഡ് ലാവിഷിലി എന്നാണ് കേട്ടോ. ധൂർത്ത് അല്ലെങ്കിൽ ലാവിഷായിട്ട് ചെലവഴിക്കുക. ഓക്കെ, അപ്പൊ എക്സ്ട്രാവാഗന്റ്, ലാവിഷ്. അടുത്ത വാക്ക് നോക്കിയേ. എപ്പിടോം. എപ്പിടോം മീൻസ് മോഡൽ. എപ്പിടോം, മോഡൽ എന്നാണ് കേട്ടോ. എപ്പിടോം മീൻസ് മോഡൽ, മാതൃക. എപ്പിടോം, മോഡൽ, മാതൃക എന്ന അർത്ഥത്തില് പറയുന്നു. ഒന്നും കൂടെ നോക്കിയേ വാക്കുകള്. എറുഡിറ്റ്, സ്കോളർ, എന്ത് ചെയ്യുന്നൂടെ? അറിവുള്ള ആൾക്കാർ, സ്കോളേഴ്സ്. എക്സ്ഹോർട്ട്, ടു അഡ്വൈസ്, ഉപദേശിക്കുക. ഫേബിള്, ഫേബിൾ മീൻസ് ഫേബിള്, ഫേക്ക് സ്റ്റോറീസ്. ഫീബിള്, വീക്ക്. ഫേബിള്, ഫേക്ക് സ്റ്റോറീസ്. ഫീബിള്, വീക്ക്. ഫാറ്റൽ മീൻസ് ഡെഡ്ലി. ഫെലിസിറ്റേറ്റ്, എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫെലിസിറ്റേഷൻ എന്ന് ഓർത്താലും മതി കേട്ടോ. കൺഗ്രാജുലേറ്റ് ചെയ്യുക. എക്സ്ട്രാവാഗന്റ്, ലാവിഷ്. എക്സ്ട്രാവാഗന്റ്, ലാവിഷ്. എപ്പിടോം,
മോഡൽ, എപ്പിടോമ് മോഡൽ. അടുത്ത് നോക്കിയേ, എന്ത് ചെയ്യുന്നൂടെ, ഇമുലേറ്റ്. ഇമുലേറ്റ് മീൻസ് ഇമിറ്റേറ്റ് ചെയ്യുക. ഇമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നൂടെ, അതും 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യാവുന്ന ടെക്സ്റ്റിലുണ്ടായിരുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നൂടെ, നമ്മുടെ ലാസ്റ്റത്തെ ഒരു പാഠം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുന്നൂടെ, ഏതാ പാഠത്തിന്റെ പേര് മറന്നു. ലാസ്റ്റത്തെ ഒരു പാഠം എന്ത് ചെയ്യുന്നൂടെ, ഒരു ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടൊരു പാഠമുണ്ട്. ആ പാഠത്തിനകത്ത് വരുന്ന വാക്കാണ് എന്ത് ചെയ്യുന്നൂടെ, എമുലേറ്റ്. എമുലേറ്റ് മീൻസ് ഇമിറ്റേറ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നൂടെ, ഇമിറ്റേറ്റ് മീൻസ് നമ്മൾ കാണിക്കുക, അനുകരിക്കുക, ഇമിറ്റേറ്റ് ചെയ്യുക. അടുത്ത വാക്ക് നോക്കിയേ, ഫ്ലാറ്റർ. ഫ്ലാറ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൈസ് ചെയ്യുക, പൊക്കി പറയുക, നമ്മൾ വാഴ്ത്തി പറയുക എന്നൊക്കെ പറയില്ലേ. ഫ്ലാറ്റർ മീൻസ് ടു പ്രൈസ്. ഫ്ലാറ്റർ ടു പ്രൈസ്. വാക്കുകൾ ഒരു തവണയും കൂടെ പറഞ്ഞേ, എറുഡിറ്റ്, സ്കോളർ, എക്സോർട്ട്, അഡ്വൈസ്, ഫേബിള്, ഫേക്ക് സ്റ്റോറീസ്, ഫീബിള്, വീക്ക്, ഫാറ്റല്, ഡെഡ്ലി, ഫെലിസിറ്റേറ്റ്, കൺഗ്രാജുലേറ്റ്, എക്സ്ട്രാവാഗന്റ്, ലാവിഷ്, എപ്പിടോമ്, മോഡല്, അല്ലെങ്കിൽ ഇമുലേറ്റ്, ഇമിറ്റേറ്റ്, ഫ്ലാറ്റർ മീൻസ് ടു പ്രൈസ്, വാഴ്ത്തി പറയുക. 50 വാക്കുകൾ. ഓക്കെ, നമ്മൾ പഠിച്ചത് എന്ത് ചെയ്യുന്നോടെ വളരെ പ്രധാനപ്പെട്ട 50 സിനോണിംസ് ആണ്. ഇപ്പൊ PSC ചോദിച്ചതും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റ് എന്നുള്ളതുമായിട്ടുള്ള സിനോണിംസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആ ക്ലാസ് കണ്ട സിനോണിംസ് എല്ലാം എഴുതിയെടുത്ത് പഠിക്കുക. എന്ത് ചെയ്യും, അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ സിനോണിമിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇപ്പോൾ എടുത്തത്. ഇനി സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും മാക്സിമം സിനോണിംസ് നമ്മൾ കവർ ചെയ്ത് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും കൂടെ വർക്കൗട്ട് ചെയ്തെടുക്കും. അപ്പൊ അടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ക്ലാസ്സുകളിൽ ഇപ്പൊ കുറച്ച് ക്ലാസ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ വെച്ചിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സ്കൂൾ ടെക്സ്റ്റ് മാത്രം ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു സിനോണിമിന്റെ അല്ലെങ്കിൽ ക്ലാസ് ബേസ് ചെയ്ത് തന്നെ സിനോണിംസ് അത്രയും ഞാൻ പറഞ്ഞുതരും. നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാം എഴുതിയെടുത്ത് തന്നെ പഠിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ? താങ്ക് യു.